സൈലത്തിലെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന്റെ പ്രിപ്പറേഷൻ എവിടം വരെയായി? അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്? പിന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് ചോദിച്ചറിയാനും അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ അവരെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് പോയി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ പോയി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു സന്തോഷമില്ലല്ലോ, എന്താണിത്? നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? വയറൊക്കെ ഫുള്ളായോ? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ എന്തിനാ വന്നേന്നറിയോ? നിങ്ങൾക്ക് ഇപ്പൊ ഏത് ക്ലാസ്സാ? ഫിസിക്സ് എന്തായാലും ഞാൻ പഠിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വന്നത് നിങ്ങളുടെയൊക്കെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റിവിഷൻസ് ഒക്കെ എവിടം വരെയായി, എന്തായി, വല്ലതും പഠിക്കുന്നുണ്ടോ? നന്നായി പോകുന്നുണ്ടോ? നീറ്റ് നമുക്ക് ക്ലിയർ ചെയ്യണ്ടേ? കാശി നീ ഇവിടെ എത്തിയാ? ഓക്കെ, ഞാൻ എവിടെ പോയാലും അവിടെ കാശി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോ പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യെസ്, നമുക്ക് നീറ്റ് ക്ലിയർ ചെയ്യണ്ടേ? എത്രയാണ് നമ്മുടെ ടാർഗറ്റ് സ്കോർ പറഞ്ഞേ? 720 മേടിക്കും എല്ലാരും. എന്റെ അമ്മ, ഒരു ക്ലാസ്സിന് ഇത്രയും 720 വന്നാൽ നമ്മുടെ ഇവർക്ക് പ്രാന്താവൂല്ലോ. എന്റെ ഓക്കെ, അപ്പോ ഡോക്ടർ ആവണ്ടേ നമുക്ക്? യെസ്, നമ്മുടെ ഡ്രീം കോളേജിൽ പോകണ്ടേ? എത്ര പേരാണ് എയിംസ് ഡൽഹി എയിം ചെയ്യുന്നത്? എയിംസ് ഡൽഹിയിൽ എത്ര പേർക്ക് എത്തണം? യെസ്, ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കയറി ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അന്ന് കൈ പൊക്കിയ പലരെയും ഞാൻ ഈ വർഷം പോയി എയിംസ് ഡൽഹിയിൽ കണ്ടു. ഐ എം നോട്ട് ബ്ലഫിങ്, ഞാൻ പോയി ചെയ്ത കാര്യമാണ്. ഓക്കെ, ഞാൻ എയിംസ് ഡൽഹി പോയിട്ട വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങളുടെ പഠിത്തം എവിടം വരെ ആയി? സൈലത്തിലെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന്റെ പഠിത്തം എവിടം വരെ ആയി എന്ന് ചോദിക്കാനാണ് മിസ് വന്നത്. മോൻ പറയടാ, എവിടം വരെ ആയി പ്രിപ്പറേഷൻ? ഓക്കെ, റിവിഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ പഠിക്കുന്നത്? GIB പോർഷൻസ് വെച്ചാണോ പഠിക്കുന്നത് അതോ നമ്മുടെ ക്ലാസ്സിലെ മോഡ്യൂൾ വൈസ് പോവാണ്? യെസ്, ഓക്കെ. പിന്നെ അവന്മാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരോട് ചോദിക്കട്ടെ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കട്ടോ. അവിടെ എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട്. നമുക്കറിയാലോ, എല്ലാ ക്ലാസ്സിലെയും ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് ലിജൻസ് ആയിരിക്കും. കാരണം അവർക്ക് മുമ്പായിട്ടും ബന്ധമില്ല, നടുവായിട്ടും ബന്ധമില്ല, എന്തൊക്കെയോ നടക്കുന്നു അല്ലേ? ഞങ്ങൾ എവിടേക്കോ ഇരിക്കുന്നു. പക്ഷെ സൈലത്തിലെ ബാക്ക് ബെഞ്ചേഴ്സ് അങ്ങനെയല്ല അല്ലേ? ഒന്ന് പറഞ്ഞേ, മക്കളുടെ പ്രിപ്പറേഷൻ എവിടെ വരെ? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഈസി ആണ്. ഓക്കെ, വേറെ ആരോട് ചോദിക്കും? ഏത് ഫ്യൂച്ചർ ഡോക്ടറിനെ സംസാരിക്കാൻ താല്പര്യം? റിവിഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് നല്ലൊരു റിവൈസ് ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വെച്ച് ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത്? ആദ്യം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, പിന്നെ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു, അതോ നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് അറ്റ് വൺ ഷോട്ട് വീഡിയോസ് കണ്ടിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണോ ചെയ്യുന്നത്, അതോ NCERT വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട്. അതെങ്ങനെയാ മനസ്സിലാക്കുക? നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണോ അതോ സ്ലൈഡ്സ് റെഫർ ചെയ്തിട്ട്? സ്ലൈഡ്സ് നോക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ DPPയിലെ ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? എല്ലാവർക്കും ടെൻഷനാ? ഞങ്ങളുടെ സൈലത്തിൽ ഞങ്ങളുടെ ഗോൾ എന്താണെന്നറിയോ? ആർക്കും ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് പോയി പരീക്ഷ എഴുതണം. അതിനാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കുറേ എക്സാംസ് ഒക്കെ അറിയോ, കുറേ എക്സാംസ് എഴുതിപ്പിക്കുന്നതും മാക്സിമം റിവിഷൻസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ടെൻഷനാ? യെസ്, ഓക്കെ. നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾക്ക് വരുന്ന ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മക്കൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടെക്നിക്ക് ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഭയങ്കരമായിട്ട് ടെൻഷൻ വരുമ്പോൾ ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തോന്നുമ്പോൾ മക്കൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ, ടെക്നിക്ക്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മെഡിറ്റേഷൻ ചെയ്യണ്ട. വെരി ഗുഡ്. ഓക്കെ, 10 minutes ചെയ്യും. ഓക്കെ, എങ്ങനെയാ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് മക്കൾക്ക് അറിയാമോ? ഇല്ല. എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്? നീ ചെയ്യാറുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ചെയ്യുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം അതിന് ശേഷമുള്ള മോളുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പഠന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നു? ആദ്യം നല്ല ആൻസൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച ശേഷം മെഡിറ്റേഷൻ ചെയ്യാനും പറഞ്ഞു. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്ത ശേഷം പിന്നെ നല്ല ടെൻഷൻ ഫ്രീ ആവുന്നുണ്ട്. ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ നമ്മളുടെ മാർക്ക് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മുടെ ആൻസൈറ്റി. നമുക്ക് അറിയായിരിക്കും, എല്ലാം നമുക്ക് അറിയാം, സംഭവമൊക്കെ അറിയാം. പക്ഷെ എക്സാം ഹോളിൽ എത്തി കഴിയുമ്പോഴേക്കും കൈ വിറയ്ക്കുന്നു, ആകെ വേർക്കുന്നു, ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നു അല്ലെ, ഒന്നും കിട്ടുന്നില്ല.
നമുക്ക് അറിയാം സംഭവം, പക്ഷെ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല, അല്ലെ കൈ വരച്ചിട്ട് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുന്നത് മാറിപ്പോകും. നിങ്ങൾക്കറിയോ, എല്ലാം പഠിച്ച് അടിപൊളിയായി സെറ്റായി മോക്കിലൊക്കെ അടിപൊളി സ്കോർ മേടിച്ചിട്ട് എക്സാം ഹാളിൽ പോയി ഈ ആൻസർ മാർക്ക് ചെയ്തത് മാറിപ്പോയത് കൊണ്ട് സ്കോർ ഒരു 690 ഇരുന്ന സ്കോറാണ്, അത് വെറും 200 എത്തിയ കുട്ടികളുണ്ട്. അപ്പോൾ ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, ഈ ടെൻഷൻ, ഈ ആങ്സൈറ്റി ഒരു ഭയങ്കര സംഭവമാണ്. നമുക്ക് എല്ലാം അറിയാം, നമ്മൾ ഫുൾ സെറ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ആ അവസാന നിമിഷം നമ്മുടെ കൺട്രോൾ ഉണ്ടല്ലോ, അതങ്ങ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലൈക്ക് നമ്മുടെ എൻറ്റയർ ഹാർഡ് വർക്ക് പിന്നെ ഒന്നും ഇല്ലാണ്ടായി പോയില്ലേ. അപ്പോൾ നമ്മൾ ആങ്സൈറ്റി കുറയ്ക്കണം അല്ലേ. ഈ പറഞ്ഞ മെത്തേഡാണ് മാമും പറഞ്ഞു തരാൻ വന്നത്. മെഡിറ്റേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് അറിയോ? നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ പഠിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് ഉള്ളിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ അല്ല. ഓക്കെ, യെസ്. അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ ഫുൾ മെഡിറ്റേഷൻ ആണ് അല്ലേ. പിന്നെ മെഡിറ്റേറ്റ് ചെയ്ത് മണിക്കൂറുകളോളം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആ മെഡിറ്റേഷൻ അല്ല. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഓക്കെ ഒരു 20 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മതി. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ആലോചിക്കരുത്. നമ്മൾ എണീറ്റ പാടെ നോക്കുക നമ്മുടെ ഫോണാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫോണില്ല, അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? രാവിലെ എണീറ്റ പാടെ ആപ്പ് എടുത്ത് നോക്കും. അപ്പോ അത് ചെയ്യാണ്ടിരിക്കുക. ഇത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റും ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള 15 മിനിറ്റും നമുക്കിനി നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താലോ? എല്ലാവരും ചെയ്യോ? എവ്രിബഡി, എല്ലാവരോടാണ് മിസ് ചോദിക്കുന്നത്. ഐ ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കുള്ള ആങ്സൈറ്റി, നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കണം. എല്ലാം ഒന്നും നമുക്ക് അറിയണമെന്നില്ല, ഫുൾ സിലബസ് അരച്ച് കലക്കി പഠിക്കണം എന്നില്ല. ബിക്കോസ് നീറ്റ് എക്സാം ഇസ് എ മാറ്റർ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ചാൻസ്. ബിക്കോസ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ്, എല്ലാ സിലബസിന്റെ എൻറ്റയർ ന്യൂക്ക് ആൻഡ് കോർണറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക. എല്ലാം നമുക്ക് അറിയണമെന്നില്ല. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റും ഉറങ്ങുന്നതിന് ശേഷമുള്ള, അതായത് ഉറങ്ങിയതിന് 15 മിനിറ്റും എണീക്കുക. വേറെ ഒന്നും നമ്മൾ ആലോചിക്കില്ല, നമ്മുടെ വീട്ടിലെ കാര്യം ആലോചിക്കില്ല, ഇന്ന് എന്ത് പഠിക്കണം എന്ന് ആലോചിക്കില്ല, ഒന്നും ആലോചിക്കില്ല. കണ്ണടച്ച് കിടക്കല്ല, എണീറ്റിരുന്ന് ഓക്കെ ക്രോസ് ലെഗ് അടിച്ചമ്പറം മടിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിങ്ങളുടെ ബെഡിലോ നിലത്തിരുന്ന ഏറ്റവും നല്ലത്. ഓക്കെ, ഇരുന്ന് കണ്ണടച്ച് നല്ല പോലെ വേറെ ഒന്നും ആലോചിക്കാതെ മൈൻഡിനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതായത് അവിടെ നമുക്ക് വേറെ ഒരു ചിന്തയും പാടില്ല. നമ്മുടെ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, സിനിമയുടെ കാര്യം, നമ്മുടെ സിലബസിന്റെ കാര്യം, നമ്മുടെ നീറ്റ് എക്സാമിന്റെ കാര്യം ഒന്നുമില്ല. ആസ് ആൻ ഇൻഡിവിജ്വൽ യു വിൽ ഫീൽ യുവർ ബോഡി. ആദ്യം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, എൻ്റെ കണ്ണുകൾ ഓക്കെ ആണോ, എന്തെങ്കിലും എനിക്ക് പെയിൻ ഉണ്ടോ, കാരണം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കും. അതായത് എൻ്റെ കവിളുകൾ ഓക്കെ ആണോ, എൻ്റെ കൈ ഓക്കെ ആണോ, കൈയിനെ റിലാക്സ് ചെയ്യും, നമ്മൾ നമ്മുടെ ഫീറ്റിനെ റിലാക്സ് ചെയ്യും. ലൈക്ക് മനസ്സിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്നു. അത് യോഗ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക. ഓരോ ഭാഗം നമ്മൾ ആലോചിക്കും. മൈ ഐസ്, മൈ ചീക്സ്, മൈ ഇയേഴ്സ്, ഓക്കെ, പിന്നെ മൈ ഷോൾഡേഴ്സ്, മൈ ഹാൻഡ്സ്, മൈ ലെഗ്സ്, ഫീറ്റ്, എൻ്റെ ഫിംഗേഴ്സ്, അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ റിലാക്സ് ചെയ്ത് വരുമ്പോൾ യു വോണ്ട് റിയലൈസ് ചിൽഡ്രൻ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തും. ഓക്കെ, വേറെ ഒന്നും പുറത്ത് ആരും എന്ത് സംസാരിച്ചാലും നമുക്കപ്പോൾ കേൾക്കാൻ വേണ്ടി പറ്റില്ല. ട്രസ്റ്റ് മീ, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. നിങ്ങളെക്കാളും വലിയ ആൻസൈറ്റിയും വലിയ മെന്റൽ ട്രബിൾസും ഒക്കെ ഓവർകം ചെയ്ത ആളാണ് ഞാൻ. സോ ദാറ്റ്സ് വൈ ഐ എം ടെലിങ് യു, മെഡിറ്റേഷൻ ഹെൽപ്സ് യു അ ലോട്ട്. നിങ്ങളുടെ എനർജീനെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 10 മിനിറ്റ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപ് ബ്രെത്ത്സ് എടുക്കും. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മളുടെ ശ്വാസം എടുക്കുന്നതിലും ഇടുന്നതിലുമാണ്. അപ്പോൾ നമ്മൾ ഡീപ് ബ്രെത്ത് എടുക്കുന്നു, ഒരു 5 സെക്കൻഡ് അത് അവിടെ ഹോൾഡ് ചെയ്യും, ആൻഡ് പതുക്കെ നമ്മൾ റിലീസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എനിത്തിങ് ദാറ്റ് സൂതൻസ് യു. ഇഫ് യു ബിലീവ് ഇൻ ഗോഡ് യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് അഫർമേറ്റീവ് വേർഡ്, ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴേക്ക് നിങ്ങളുടെ 10-15 മിനിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ കഴിഞ്ഞു. എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് പതുക്കെ കണ്ണ് തുറക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കൈകൾ റബ്ബ് ചെയ്യും. ഓക്കെ, റബ്ബ് ചെയ്തിട്ട് നിങ്ങളുടെ കൈ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അത് നിങ്ങളുടെ കണ്ണിൽ പതുക്കെ നിങ്ങളുടെ മുഖത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചിരിച്ചുകൊണ്ട് തുറക്കും. ഇത്രയും ചെയ്താൽ മതി. ചെയ്യോ? യെസ്, ഓക്കെ. എല്ലാവരും, ബോയ്സ് എല്ലാവരും ചെയ്യോ? ബാക്ക് ബെഞ്ചിലെ റിജൻസ് എല്ലാവരും ചെയ്യോ? യെസ്,
എല്ലാവരും ചെയ്യും. ഓക്കെ, സൈലത്തിലെ മക്കളൊക്കെ അടിപൊളിയാണ്. നമ്മൾ നമ്മുടെ ടെൻഷൻ നന്നായിട്ട് ഒഴിവാക്കും, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഓക്കെ, രാത്രി 15 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ് കഴിഞ്ഞ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കണ്ട, അവിടെ ഇരുന്നുകൊണ്ടുള്ള ആ സമയം. ദിസ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ചേഞ്ച് ഇൻ യുവർ റുട്ടീൻ. ഓക്കെ, ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അപ്പൊ സെറ്റ് അല്ലേ? ഞാൻ പോട്ടെ, നന്നായിട്ട് പഠിക്കട്ടോ, നമുക്ക് പോവാം. ഓക്കെ സെറ്റ്, താങ്ക് യു, ബൈ ബൈ ബൈ. ഇരുന്നോ. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ, സിറ്റ് ഡൗൺ. കുട്ടികളുമായി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഓ, എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ മുമ്പിലേക്ക് വരാൻ പറ്റുമോ? എനിക്ക് എല്ലാവരോടും സംസാരിക്കണം. എനിവേസ്, നല്ല കാര്യം, ഇവിടെ കുറേ ഗേൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് തന്നെ ഉള്ളത് എനിക്ക് വളരെ ഹാപ്പി ആയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആസ് ഗേൾസ്, നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അതെന്താന്ന് എന്നോട് പറയോ? മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് മോൻ ഉദ്ദേശിക്കുന്നത്? പീരിയഡ്സിന്റെ ആയിട്ടുള്ള പെയിൻ. അപ്പൊ പെയിൻ എങ്ങനെ ഓവർകം ചെയ്യണം അല്ലേ? സി കേറുക. ഇവിടെ ഇത് ഗേൾസ് എല്ലാവരും ഗേൾസ് ആണ് അല്ലേ ഈ ക്ലാസ്സിൽ? ഓ ഓക്കെ, സെപ്പറേറ്റ് ആണ്. ഓ അല്ലല്ലോ, മിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഇല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞേ, പീരിയഡ്സിന്റെ പ്രശ്നമുണ്ട് ഒന്ന്. ഓക്കെ, പിന്നെ നിങ്ങളെ ഉണ്ടാവുന്ന കേറുക പ്രശ്നം. ഇവിടെ ഇരിക്കടാ, ബാ മിസ്സിൻ്റെ കൂടെ ഇരിക്കാം. വേറെ എന്ത് പ്രശ്നമാണ് ഉള്ളത്? മൂഡ് സ്വിങ്സ് വല്ലാണ്ട് വരാറുണ്ടെന്ന് പറയുന്നത്. പീരിയഡ്സ് വരാനാവുമ്പോൾ PMSന്റെ സിംറ്റംസ് വരാറുണ്ട്. പിന്നെ വീട്ടിലെ ഇഷ്യൂസ് അല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിക്കും. മോനെ എന്താ വിഷമിപ്പിക്കുന്ന കാര്യം? നീറ്റ് കഴിഞ്ഞാൽ കിട്ടില്ല, വീട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് പിന്നെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ആലോചിച്ച് നമ്മൾ സമയം കുറെ കളയും അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ പീരിയഡ്സിന്റെ ഇഷ്യൂ അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. കാരണം ആ ഒരു സമയമാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ് വരും അല്ലേ? ഭയങ്കര ഹോർമോണൽ ഇംബാലൻസസ് വരും, ഇഷ്യൂസ് വരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ സമയത്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ ചെയ്യില്ലല്ലോ, ടെൻഷൻ നമുക്ക് അടിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മെഡിറ്റേഷൻ. ഞാൻ കുറെ പേർക്ക് ഇവിടെ എന്നെ പേഴ്സണലായിട്ട് കാണാൻ വന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര മക്കൾ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ? 2 പേര് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ കഴിഞ്ഞ പലരോടായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റ്, ഉറങ്ങി എണീറ്റിട്ടുള്ള 15 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷന് വേണ്ടി നീക്കി വെച്ചാലോ? കാരണം അത് നമ്മുടെ പഠനത്തിൽ വളരെ... കയറി വേടാ, ക്ലാസ്സിലെ കുട്ടികളാണോ? വരുന്നില്ല. നമ്മുടെ പഠനത്തിൽ, നമ്മളുടെ റിവിഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഉറങ്ങുന്നതിന് മുമ്പ് വേറെ ഒന്നും ആലോചിക്കാതെ, മനസ്സിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും വരുത്താതെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം, ശ്വാസം വലിക്കുന്നതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, അത് തന്നെയാണ് രാവിലെ എണീറ്റിട്ട് നമ്മൾ ചെയ്യുക. അതായത് നമ്മളെ വേറെ കാര്യങ്ങൾ, നീറ്റ് എക്സാം ഇല്ല, വീട്ടിലെ പ്രശ്നങ്ങളില്ല, നമ്മുടെ ശരീരത്തിന്റെ വേദനകളില്ല, ഒന്നും നമ്മൾ ആലോചിക്കില്ല. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കണ്ണടയ്ക്കണം. എൻ്റെ കണ്ണ് ഓക്കെ ആണോ? എനിക്ക് എൻ്റെ കണ്ണിന് എന്തെങ്കിലും വേദനയുണ്ടോ? എൻ്റെ കവിളുകൾ ഓക്കെ ആണോ? ബോഡിയെ റിലാക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, എൻ്റെ ഷോൾഡേഴ്സ്, എൻ്റെ കൈ, എൻ്റെ കാല്, ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ഫൈനലി നമുക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. അപ്പം നമ്മൾ വേറെ എന്താ ആലോചിക്കണം എന്ന് വിചാരിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഒന്നും വരില്ല. ഓക്കെ, അതാണ് മെഡിറ്റേഷൻ്റെ പവർ. ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എന്തൊക്കെ ഇഷ്യൂ ആണുള്ളത്? അപ്പോൾ മെഡിറ്റേഷൻ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പീരിയഡ്സിൻ്റെ വേദന വരുമ്പോൾ മാക്സിമം ആ ഒരു ഭയങ്കര ഹെവി ഫ്ലോ ഒക്കെ ഉള്ള ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് വന്നിരുന്ന ആ സമയം ഒന്നാമത് ഭയങ്കര വേദന, ഭയങ്കര പെയിന് അല്ലേ? പിന്നെ നമുക്ക് എന്താ പറയുക, സ്റ്റെയിനൊക്കെ ആവുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. എല്ലാം കൊണ്ട് നമ്മൾ ആകെ ഇറിറ്റേറ്റഡ്, ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും അല്ലേ? ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസം ഹോസ്റ്റലിൽ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. എന്തിനാ മുത്ത് കരയുന്നത്? കരയല്ല. ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ? ഐ യു ഷുവർ? പേരെന്താ? ഓക്കെ, അലീന കുട്ടി ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? കരയുന്ന എന്തിനാ? എന്നെ കണ്ട് പേടിച്ചു പോയാ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ
അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം നമുക്ക്. ഒരു ദിവസം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലേ? ഭയങ്കര പെയിനുള്ള ഒരു ദിവസമാണെങ്കിൽ, കാരണം അന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കുന്ന എന്താ പറയുക, ഒരു ദിവസത്തെ ഒരു ക്ലാസ് മിസ് ചെയ്തുന്നോ അത്രയും ദിവസത്തെ ഒന്നും നിങ്ങൾക്ക് ഇല്ലാണ്ടാവാൻ പോണില്ല. ഓക്കെ, ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക, ഒന്നും നോക്കണ്ട. അപ്പോൾ വിചാരിക്കും ഞാൻ ഹോസ്റ്റലിൽ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം എണീറ്റിരുന്ന് വായിക്കാം പഠിക്കാമെന്ന് വിചാരിക്കും. ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയാം. വെൻ യുവർ ബോഡി നീഡ്സ് റെസ്റ്റ്, യു നീഡ് റെസ്റ്റ്. സി, നമ്മുടെ വുമൻസ് ബോഡി ഈസ് ഡിസൈൻഡ് ഇൻ എ വെരി സ്പെഷ്യൽ വേ. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് നമുക്ക് പെയിൻ ടോളറൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഒരു വിധത്തിലുള്ള പെയിനൊക്കെ നമ്മൾ സഹിക്കും. പക്ഷേ ഈ പീരിയഡ്സിന്റെ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലെ ഒരു വാള് തന്നെ ബ്രേക്ക് ചെയ്ത് ഷെഡ് ആവുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക, ബോഡിക്കും മനസ്സിനും സമയം കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ. ഒരു ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ നാളെ നോക്കാം. ഓക്കെ, ഈ ഒരു ദിവസം ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒരു ദിവസം ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു എന്ന് വെച്ചാൽ ആ ബ്രേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി കേട്ടോ. ഫസ്റ്റ് ഡേ കഴിയുമ്പോഴേക്കും നമ്മൾ റിലാക്സ്ഡ് ആവണം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇപ്പൊ കയറി വന്ന ആളുകളൊക്കെ എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് ഗേൾസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പം എനിക്കിപ്പോൾ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ പെയിൻ ഇങ്ങനെ കൂടി വരുമ്പോൾ കിടക്കാൻ തോന്നും. പക്ഷേ കിടന്ന് കുറച്ച് സമയം കൂടുതലും കിടന്നു പോയാൽ പിന്നെ ഭയങ്കര കുറ്റബോധമായിരിക്കും ഉള്ളെന്ന്. അയ്യോ ഞാൻ ഇത്രയും ടൈം പോക്കിയല്ലോ, ഭയങ്കര കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് വിഷമാണ്. അപ്പൊ അതടിച്ച് പിന്നെ അതിങ്ങനെ ആലോചിച്ച് പിന്നെ ടെൻഷനോ? ഓക്കെ, പഠിക്കാൻ പറ്റും. കരയുന്ന എന്തിനാ? ഇവരൊക്കെ എന്തിനാ എന്നെ കാണുമ്പോൾ കരയുന്ന? ഞാൻ ഇത്രയ്ക്ക് വലിയ ദുഷ്ടതയാണോ? കരയരുത്. ഓക്കെ, അത് സാരല്ലടാ, ബാക്ക് പെയിൻ അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യമുള്ളൂ, മരണം. ഡെത്ത് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്, റൈറ്റ്? അത് സംഭവിച്ചാൽ സംഭവിച്ചു, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കിയെല്ലാം വി ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ടു ഇറ്റ്. എന്താണെങ്കിലും ഇറ്റ് വിൽ ഹാവ് എ സൊല്യൂഷൻ, റൈറ്റ്? സി, വേദന കൊണ്ട് മോൻ പഠിക്കാണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, റൈറ്റ്? വയ്യാത്തോണ്ടല്ലേ, ദാറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പഠിച്ചാൽ മതി. സി, ഓർക്ക് നീറ്റ് എക്സാം ഇസ് നോട്ട് ലൈക്ക് ഫുൾ സിലബസ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് എല്ലാം ഒന്നും പഠിച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സി, യു ക്യാൻ ഓൾവേസ് ഡു സ്മാർട്ട് ലേണിംഗ്. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്മാർട്ട് ലേണിംഗ് ചെയ്യാം. നിങ്ങൾക്കൊരു ടാർഗറ്റ് സ്കോർ ഉണ്ടാവും. നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സ്കോർ മേടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ കയറാം. നമുക്ക് എയിംസ് ഡൽഹി തന്നെയാണ് നമ്മുടെ ഗോളെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാം പഠിച്ചിരിക്കണം അല്ലേ? അതല്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, എൻ്റെ കാറ്റഗറി അനുസരിച്ച് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കോളേജിൽ കയറാൻ പറ്റും. കറക്റ്റ്, യെസ്, ആ ഒരു ഐഡിയയിൽ ഇപ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ ഞാൻ കേരളത്തിലെ മാത്രം കോളേജിൽ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിൽ ഇരിക്കാണ്ടിരിക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. നമ്മുടെ രാജ്യത്ത് എന്തൊരു അടിപൊളി മെഡിക്കൽ കോളേജസ് ഉണ്ടെന്ന് അറിയോ? ഹിമാചലിലെ എയിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. എന്ത് അടിപൊളി ക്യാമ്പസ് ആണെന്ന് അറിയോ? അവിടെ ചെക്കന്മാരെന്ത് അടിപൊളിയാണെന്നറിയോ? നിങ്ങളെവിടെ ഇരുന്നോ വായും പൊളിച്ച്? ഓക്കെ, അപ്പോൾ മിസ് പറയുന്നത് അവിടെയൊക്കെ പോകണ്ടേ നമുക്ക്? അതൊന്നും ആലോചിക്കുക. എപ്പോഴും മൈ ഗേൾസ് ഡോണ്ട് സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ്. ലൈക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. എനിക്ക് ഇത് മതി, ഞാൻ ഇത് വെച്ച് ഹാപ്പിയാണ്, അല്ല എനിക്ക് ഇത്ര മാർക്ക് മതി, അല്ല എനിക്കിത് ഓക്കെയാണ്. നോ, ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. നിങ്ങളുടെ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് അറിയില്ലടാ. നിങ്ങൾ എന്തൊരു യങ് ആണ്, നിങ്ങളുടെ ലൈഫ് എന്തൊരു വെൽഡാണെന്ന് അറിയോ? ഓക്കെ, ഈ ലോകം എന്തൊരു വെൽഡാണെന്ന് അറിയോ? ഇതിൻ്റെ കുറച്ചെങ്കിലും ഒരു ക്വാർട്ടറെങ്കിലും നമുക്ക് പോയി കാണണ്ടേ? യെസ്, കറക്റ്റ്. ഒരു വേൾഡ് ടൂറൊക്കെ നമുക്ക് പോകണ്ടേ? അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ പഠിക്കുക, ഒരു ഡീസൻറ്റ് കോളേജിൽ കയറുക. അത് കേരളത്തിൽ തന്നെ ഞാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് പഠിച്ച് നമുക്ക് നല്ല റാങ്ക് കിട്ടി, നമുക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടിയ ആർക്കെങ്കിലും നമ്മളെ തടയാൻ പറ്റുമോ? നോബഡി ക്യാൻ സ്റ്റോപ്പ് us, റൈറ്റ്? നമുക്ക് പോയിക്കൂടെ? മിനിമം ഫീസ് അല്ലേ ഉണ്ടാവുള്ളൂ, ഗവൺമെന്റിന്റെ ഫീസ് അല്ലേ. ഏത് ഉത്തരാഖണ്ഡിലൊക്കെ കോളേജിൽ പോയി പഠിക്കണം ആലോചിച്ച് ആൾക്കാർ കൊതിക്കുകയാണ്. ഈ കോർപ്പറേറ്റ് ലൈഫ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊതിക്കും, ഒരു വെക്കേഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതെന്താ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കോളേജസിലൊക്കെ അവിടുത്തെ മാത്രമല്ല ഒരുപാടുണ്ട് അങ്ങനെ. സോ ലൈഫ് ഇസ് സോ ബിഗ്, പോസിബിലിറ്റീസ് ആർ ബിഗ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഇതൊക്കെ നമ്മുടെ ഈ ജേർണിയിലെ ചെറിയ ഇതാണ്, നമ്മളെ ഒന്ന് തളർത്താൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഓക്കെ ആയിക്കോളും, റെഡി ആയിക്കോളും. ഓക്കെ, യു ആർ വെരി യങ്, സോ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഒരു ടാർഗറ്റ് സ്കോർ വെച്ച് പഠിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ആൻഡ് ലെറ്റ് സി ബാക്കി എന്താണ്. എന്നിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് കൊടുക്കുമ്പം ഓൾ ഇന്ത്യയിൽ നോക്കുക, എവിടെയാണെങ്കിലും കിട്ടിക്കോട്ടെ. വല്ല ബീഹാറിലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോയി പഠിച്ചാൽ പോരെ. നമുക്ക് എന്താ വേണ്ടത്? MBBS ഡിഗ്രി നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം. PG നമുക്ക് കിട്ടുമ്പോൾ
നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ ഡിഗ്രിക്ക് കിട്ടിയില്ലെങ്കിൽ മാസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് PGക്ക് വേണ്ടി നല്ലപോലെ പഠിക്കാം. ഓക്കെ, ഇനി അങ്ങനെ ആലോചിക്കും. ഈ അവസാന നിമിഷം പോയിട്ട് മക്കള് ഇനി അങ്ങോട്ടുള്ള 2 മാസം ഞാൻ ആദ്യം മുതൽ പഠിച്ചാൽ മിസ് എയിംസ് ഡൽഹി കിട്ടുമോ എന്ന് എന്നോട് വെച്ചാൽ കിട്ടൂല. കറക്റ്റ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? അതല്ലേ എല്ലാവരുടെയും മനസ്സിലുള്ളത്. മിസ് ഇതുവരെ പഠിച്ചൊന്നും ശരിയായില്ല, ഇനി അങ്ങോട്ട് ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് എയിംസ് കിട്ടുമോ? നിങ്ങൾ തന്നെ പറയടാ. നോട്ട് പോസിബിൾ. വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഇതിനു വേണ്ടി കിടന്ന് പഠിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. എന്താണെങ്കിലും 1 വർഷം നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലെ? അതൊരു കോമൺ സെൻസ്. അപ്പൊ എല്ലാവരും എവറിബഡി വാസ് ക്രിട്ടിസൈസിങ് മീ. അങ്ങനെ പറയാൻ പാടില്ല, ബിക്കോസ് കുട്ടികൾ ഡീമോട്ടിവേറ്റഡ് ആവും. ബട്ട് ദാറ്റ് ഇസ് ദ ഫാക്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന കോളേജ് നോക്കാം, ഇപ്രാവശ്യം ഏതാ കിട്ടുന്നത് നോക്കാം. ഞാൻ പറയുന്നത് കേരളത്തിൽ തന്നെ പോളൂ. എനിക്ക് ആരെ വിട്ട് പോകാൻ പറ്റില്ല, എന്റെ വീട്ടുകാരെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ സോൾമേറ്റ്സും എല്ലാവരും ഇവിടെയാണ് ഉള്ളത്. അങ്ങനെയൊന്നും ഇല്ല, സോൾമേറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, യെസ്, അതാണ് എന്റെ പോയിന്റ്. യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? യെസ്. അപ്പൊ നല്ലപോലെ പഠിക്കുക, റിലാക്സ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നീറ്റ് എക്സാം ഹോൾ അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നു, നിങ്ങളുടെ ഫാമിലീനെ, നിങ്ങളുടെ പാരൻസിനെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോകുന്നു, പ്രൈസ് ടാഗ് നോക്കാതെ ഷോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെ എവിടെ വരെ എത്തിയത്. ഞാൻ നിങ്ങളെപ്പോലെ ഇതുപോലെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിരുന്നു. ഓക്കെ, എന്താ പറയുക, എക്സാം എഴുതിയിരുന്നു. AIPMT എക്സാമാണ് എഴുതിയത്. നല്ല റാങ്ക് കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് എയിംസ് ഡൽഹിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അത്രയ്ക്കും ബാഡ് ലക്ക് ആർക്കെങ്കിലും ലൈഫിൽ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കടാ. യെസ്, ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് AIR 201 ആയിരുന്നു എൻ്റെ റാങ്ക്. ഓക്കെ, അത്രയും മാർക്ക് കിട്ടിയിട്ട് എയിംസ് ഡൽഹിയിൽ എനിക്ക് സീറ്റ് കിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ആക്ച്വലി എൻ്റെ ഫാദറിന് ഒരു ഭയങ്കരമായ ആക്സിഡൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് എല്ലാം ഓഫ്ലൈൻ ആണ്, ആസ് ഇൻ അപ്പോൾ ഓൺലൈൻ ഫോം അയക്കിയ സംഭവമൊന്നുമില്ല. നമ്മൾ തപാലിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് അവർക്ക് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കണം ഡൽഹിക്ക്. എന്നിട്ട് അവരൊരു കത്തയക്കും, ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ പോകണം. അന്ന് ഇമെയിൽ ഓൺലൈൻ സംഭവം ഇതൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഫാദറിന് ഒരു വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. 2 മേജർ സർജറി. ആൻഡ് മൈ ഫാദർ വാസ് ഓൺലി ഏർണിംഗ് മെമ്പർ ഓഫ് ദി ഫാമിലി. ഓക്കെ, അപ്പോൾ അന്നത്തെ ഇതിലെ റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു AIR ഇത്രയും കിട്ടിയ കുട്ടിയാണ്. അന്നത് വലിയ ന്യൂസൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ അവിടെ അത്യാവശ്യം ചാനൽസിലൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു, ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്നു. മൈ മദർ ഇസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, യെസ്, എൻ്റെ ഫാദറിന് അത്രയ്ക്ക് വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പോകുന്നു പറഞ്ഞ് എനിക്ക് അങ്ങ് പോകാൻ, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. നിങ്ങളുടെ പ്രായമല്ലേ എനിക്കപ്പോൾ ഉള്ളൂ. യെസ്, എങ്ങനെ എത്തിപ്പെടും ആ സമയത്ത് ഡൽഹി വരെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട്? എനിക്ക് എന്തെങ്കിലും അറിയോ അവിടെ? ഞാൻ കേരളത്തിന് പുറത്ത് പോയിട്ടില്ല, വയനാടിന് പുറത്ത് പോയിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ വയനാടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പക്ഷേ മൈ ഫാദർ സർവൈവ്ഡ്. പക്ഷെ എൻ്റെ അച്ഛനൊരു 4 മാസം കിടന്നു. 4ാമത്തെ മാസമാണ് എനിക്ക് നടന്നത്. അപ്പോഴേക്കും എവറിത്തിങ് ഇറ്റ് വാസ് വെരി ലേറ്റ്. എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്കറിയാലോ, ഒരാളൊന്ന് മാറി കിട്ടിയാൽ അന്ന് ഇടിച്ച് കയറാൻ 100 പേര് റെഡിയാണ്. അതും എയിംസിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഐ തോട്ട് ഐ വാസ് എ ഫെയിലിയർ ബിക്കോസ് എനിക്ക് ഇത്രയും നല്ല റാങ്കും ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് എവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ലൈഫ് ബ്രോട്ട് മീ ടു സച്ച് എ ഭയങ്കര വാശിയായിരുന്നു. ഞാൻ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ, എന്നെ TTCക്ക് വിടാന്ന് പറഞ്ഞ ആൾക്കാരെ മുമ്പിൽ കൂടെ ഞാൻ ഡോക്ടർ ശ്രുതിയായിട്ട് തന്നെ നടക്കും. ഓക്കെ, യെസ്, എൻ്റെ പാരൻസ് എത്ര വിഷമിച്ചിട്ടുണ്ടോ അവരെ ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പ്രൈസ് ടാഗ് നോക്കാതെ മേടിച്ചു കൊടുക്കണം എന്നുള്ള എൻ്റെ വാശിയായിരുന്നു. നല്ല പോലെ പഠിച്ചു, നല്ല പോലെ കഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്ക് 30 years ആവുന്നതിന് മുമ്പ് എൻ്റെ നെയിമിൻ്റെ മുമ്പിൽ ഡോക്ടർ ശ്രുതി എന്നുള്ള പ്രിഫിക്സ് ഉണ്ടായിരുന്നു. ഐ റിസീവ്ഡ് മൈ ഡോക്ടറേറ്റ് ഡിഗ്രി when I was 29. താങ്ക് യു. സോ വാട്ട് ഐ എം സേയിങ് ഇസ് ചിൽഡ്രൻ, ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല. എന്നെക്കാളും എന്താ പറയുക, വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട്സ് വന്നവരുണ്ടാകും, ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. എന്നെക്കാളും കഷ്ടപ്പെടുന്ന മക്കൾ നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലീസ് അങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ യു ഹാവ് ദ പവർ ചിൽഡ്രൻ, യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. പഠിക്കുക. നിങ്ങൾ ഈ പഠിക്കുന്ന എഡ്യൂക്കേഷനില്ലേ, എത്ര പേർക്ക് ഇപ്പോൾ ഗൂസ് ബംസ് വരുന്നുണ്ട് മിസ് പറയുമ്പോൾ? യെസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് ചിൽഡ്രൻ. ഇഫ് വാട്ട് ഐ എം സേയിങ് ഇസ് ഇൻഫ്ലുവൻസിങ് യു, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, അതായത് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം ഇത് ഒരിക്കലും വേസ്റ്റ് ആവാൻ വേണ്ടി പോണില്ല. ഒരു സിമ്പിൾ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ്. ഈ ലോകം വളരെ വലുതാണ്, അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ചെറിയൊരു എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് ഓർത്തിട്ട് ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, ഇഫ് ഐ കുഡ് ഡു ഇറ്റ്, ഐ കം ഫ്രം എ വെരി സ്മോൾ പ്ലേസ്, വെരി സ്മോൾ വില്ലേജ്. നിങ്ങളെ പോലെയുള്ള ഇതുപോലെയുള്ള സിറ്റുവേഷൻസോ ഇന്റർനെറ്റ് അങ്ങനത്തെ ഫെസിലിറ്റീസോ ഒന്നും എനിക്കില്ലായിരുന്നു. ഓക്കെ, എനിക്ക് അന്ന് വീണ്ടും 1 വർഷം കൂടെ വേസ്റ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. ഓൾ ഐ വാണ്ടഡ് വാസ് എ ജോബ്. എങ്ങനെയെങ്കിലും ഏൺ ചെയ്യണം, ബിക്കോസ് എൻ്റെ ഫാമിലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. And today I did all that.
ഓക്കെ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അത്ര സ്വർണം മേടിച്ചു കൊടുക്കാൻ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ, എൻ്റെ അമ്മേനെ ഞാൻ കുറേ ട്രിപ്പ് കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ മരിച്ചു പോയി അൺഫോർച്ചുനേറ്റ്ലി. ദാറ്റ് വാസ് എ സാഡ് തിങ്. ബിഫോർ 3 years ഹി പാസ്ഡ് അവേ. അച്ഛനെ എനിക്ക് അത്രയ്ക്ക്, എന്നാലും ഐ ഗോട്ട് ഹിം. ഓക്കെ, അപ്പോൾ വിത്ത് മൈ ഫസ്റ്റ് സാലറി ഐ ഗോട്ട് ഹിം ഓൾ ദ തിങ്സ് ഹി വാണ്ടഡ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്തു. അവരെ സന്തോഷിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, വേറൊന്നല്ല. ഓക്കെ, ബാക്കി എല്ലാവരും നമ്മുടെ ലൈഫിൽ നിന്ന് വന്നു പോയിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇപ്പം ബോദർ ചെയ്യുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊന്നും നമ്മുടെ ലൈഫിലെ കോൺസ്റ്റൻസ് അല്ല എന്ന് ഓർക്കുക. യുവർ പാരൻസ് ദേ വെയിറ്റ് ടു സീ യുവർ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടാവും. ചിലപ്പം എന്താ പറയുക, വേണ്ട, നന്നാവേണ്ട, കരയരുത്, എന്നാൽ ഞാൻ സംസാരിക്കില്ല. ഇതാണ് പ്രശ്നം. എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം, ആരെങ്കിലും ഒക്കെ കരയാൻ തുടങ്ങും. അവരുടെ കൂടെ ഞാനും കരയൂടാ. കാര്യമല്ലേ, മുത്ത് കരയരുത്. ഓക്കെ, യു ആർ എ സ്ട്രോങ് ഗേൾ. ഓക്കെ, യെസ്, ഫ്യൂച്ചർ ഡോക്ടർ ആവും. ഏതാ മോൻ്റെ ഡ്രീം കോളേജ്? അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടുത്ത വർഷം ശ്രുതി മാം വന്ന് ഇന്റർവ്യൂ എടുക്കും. ഓക്കെ, ഷുവർ, പ്രോമിസ്. കരയരുത്. അപ്പോൾ അതായത് കാണുമ്പോൾ കരയരുത്, എനിക്ക് സങ്കടം വരും. കരയരുത്. നോ ക്രൈം. ഓക്കെ, നോ ടിയേഴ്സ്, നോ ക്രൈം. എല്ലാം സെറ്റാണ്. ഓക്കെ, കരയരുത്. സ്ട്രോങ് ഗേൾ. ഓക്കെ, ഓൾ ഓഫ് യു ഓൾ. ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരുപാട് ഗേൾ ഡോക്ടേഴ്സിനെ ഇവിടുന്ന് വേണമെന്നാണ്. ഓക്കെ, സോ നോ ടിയേഴ്സ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ പാരൻസ് ഇപ്പോൾ നിങ്ങളോട് നോ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നെഗറ്റീവ് കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേ വോണ്ട് ടു സീ യു സക്സീഡ് ഇൻ ലൈഫ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു ദിവസം വരൂടാ, ഞാൻ ഓർത്തോക്കടാ, ലൈക്ക് നിങ്ങളുടെ ലക്ഷറി കാർ ഓടിച്ചിട്ട് യു വിൽ ഡ്രൈവ് ടു യുവർ ഓൺ വെഡിങ്. ഓർ ഒരു ദിവസം രാവിലെ പാരൻസ് എണീറ്റ് വരുമ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ അടിപൊളി കാറ്, നിങ്ങളുടെ വക ഗിഫ്റ്റ്. ആലോചിച്ച് നോക്കടാ, ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ മക്കള് അവർക്കൊരു വീട് ഭംഗിയ താക്കോല് കയ്യിൽ കൊടുക്കുന്നു സർപ്രൈസ് ആയിട്ട്. ഐ ഹാവ് ഡൺ ഇറ്റ്, ട്രസ്റ്റ് മീ, ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, അപ്പോൾ പഠിക്ക്. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഇതൊക്കെ സഫലാവും. ഓക്കെ, യെസ്. ഏത് കോളേജാണെങ്കിലും ഓക്കെ, നമുക്കൊരു നല്ലൊരു കോളേജ് കിട്ടണം, നമുക്കൊരു ഡിഗ്രി എടുക്കണം. കറക്റ്റ്, യെസ്. അതിനുശേഷം മാസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടി ചിരിക്കൂലേ, പച്ച ഡ്രസ് ഇട്ട ആള്. ഓക്കെ, അപ്പം മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയില്ലേ? കരയരുത്. ഓക്കെ, നോ ക്രൈം, ഓൺലി സ്മൈൽസ്, ഓൺലി ജോയ്, ഓൺലി ഹാപ്പിനെസ്. എല്ലാവരുടെയും ഡ്രീംസ് ഒക്കെ നടക്കട്ടെ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളൊക്കെ വന്ന് കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഇനി മിസ്സിനെ കാണുമ്പോൾ ഇടയ്ക്ക് ഓടി വന്ന് സംസാരിക്കണം കേട്ടോ. യെസ്, അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വർഷം നിങ്ങളുടെ കോളേജിൽ വന്ന് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഇടയാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പോയി കുറേ സ്ഥലത്ത് പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ കുറേ പേരെ പോയി കണ്ടു. ഓക്കെ, CMC അടുത്ത വർഷം നമ്മൾ സംസാരിക്കും. ഓക്കെ, പോട്ടെ. ഞാൻ നല്ലപോലെ പഠിക്കുമോ, എല്ലാവരും ടെൻഷൻ അടിക്കാണ്ടിരിക്കുമോ, മെഡിറ്റേഷൻ ചെയ്യോ. യെസ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.